എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും അരി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇപ്പോൾ ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും വെക്കാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അരി. നന്നായിട്ടൊന്ന് അരി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് പരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചിരകി എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് പാലെടുക്കാനുള്ളതാണ്. തേങ്ങ ഇടണമെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ പിള്ളേർക്കത് ഒരു അസ്വസ്ഥതയായിരിക്കും കഞ്ഞി കുടിക്കുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാക്കിലൊക്കെ ഇങ്ങനെ തൊണ്ടിലൊക്കെ ചിലപ്പോൾ തടയും. അതുകൊണ്ടാണ് ഞാൻ പിള്ളേർക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അരച്ചിട്ട് പാലെടുത്തിട്ട് അങ്ങനെ അരിയിലോട്ട് ഇടാൻ പോകുന്നത്. ഇല്ലെങ്കിൽ സാധാ ഇങ്ങനെ തേങ്ങയും ജീരകം കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരിയിലോട്ട് ഇട്ടാൽ മതി. ഞാൻ ഇപ്പോൾ പിള്ളേർക്കും കൂടി കഴിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് എന്നിട്ട് തേങ്ങാപ്പാൽ നല്ലോണം പിഴിഞ്ഞ് അരിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അരി കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം വേണം അതിലോട്ട് ഇടാനായിട്ട്. ഞാൻ അത് പ്രത്യേകം പറയണില്ല. കണ്ടോ, തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ ഇപ്പം അതിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 3/4 വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം കഞ്ഞിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് തേങ്ങാക്കഞ്ഞിയൊക്കെ. പള്ളികളിലൊക്കെ കിട്ടാറില്ലേ, ഏകദേശം ആ ടേസ്റ്റ് ഒക്കെ കിട്ടൂട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കഞ്ഞി. അപ്പോൾ ഒന്ന് അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയെന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ അരി. നല്ല സോഫ്റ്റ് ഇങ്ങനെ പഞ്ഞി പോലെ ആയി പോണം. എങ്കിലേ കഞ്ഞിയായിട്ട് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഇങ്ങനെ ചോറ് പോലെ ഇങ്ങനെ അത്രയും വേവൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇച്ചിരി നല്ലോണം ഉടഞ്ഞു വന്ന പോലെ, അത്ര കുടയില്ല എന്നാലും നല്ലോണം നമ്മൾ ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും പ്ലിങ്ങാന്നായി പോവും. ആ പരിവാവണ കഞ്ഞി. ഞാൻ നല്ല വിസിലടുപ്പിച്ച് ചേർന്നു. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടുപ്പിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ താഴോട്ടൊക്കെ ഇങ്ങനെ പോവും. തേങ്ങാപ്പാൽ ഇങ്ങനെ തിളച്ച് ഇങ്ങനെയൊക്കെ പോവും. തെറിച്ചൊക്കെ താഴേക്കൊക്കെ വീഴും. അതൊക്കെ സർവ്വസാധാരണമാണ് നമ്മളിങ്ങനെ തേങ്ങാക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അത് തുടച്ചെടുത്താൽ മതി. ഇപ്പൊ വിസിലടുപ്പിച്ച് കുറച്ച് നേരം ആയായിരുന്നു. ഫുൾ എയറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറക്കുകയാണ് നമ്മുടെ തേങ്ങാക്കഞ്ഞി. ഞാൻ തുറന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. നല്ല സ്മെല്ല്, തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്റെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിങ്ങനെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ലല്ലോ, അതിങ്ങനെ തേങ്ങ അതേപടി ഇടാത്തതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല കോരി ഇങ്ങനെ കുടിക്കാം. കറിയൊന്നും വേണമെന്നേ ഇല്ല. വേണമെങ്കിൽ അച്ചാറോ വല്ല പപ്പടോ വേണമെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ ചെറിയൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞിരപ്പം കുടിക്കാനായിട്ട്. എനിക്ക് കറി വേണമെന്നൊന്നുമില്ല, പക്ഷെ പിള്ളേർക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനൊരു മെഴുക്ക് പുരട്ടിയും കൂടി സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചൂടോടെ തന്നെ നമുക്ക് കഞ്ഞി കോരി കുടിക്കാം കേട്ടാ. അപ്പോൾ തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ ഉണ്ടാക്കിയ മെഴുക്ക് പുരട്ടിയാണേ. അത് അതിന്റെ റെസിപ്പി പുറകെ വരുന്നതാണ്. ഒരു സിമ്പിൾ മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിന്റെ വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.